ഓക്കെ, നമ്മൾ ഫങ്ഷൻസ് എന്ന ടോപ്പിക്ക് കണ്ടിന്യൂ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, സോ അപ്പോൾ തൊട്ട് മുമ്പുള്ള സെഷനിൽ, അതായത് പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഒരു ഫംഗ്ഷൻ എന്നും ആ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വൈ ആകുമെന്നും എല്ലാം പറഞ്ഞു. പിന്നീട് നമ്മൾ അതിൻ്റെ ഡൊമൈൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, റേഞ്ച് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, 2 പ്രോബ്ലവും ചെയ്തു. ഓക്കെ, ഇവിടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ, എങ്ങനെ നമുക്കൊരു ഫംഗ്ഷനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ എക്സിന് നിങ്ങൾക്ക് ഓരോ വാല്യൂ സ്വീകരിക്കാം. എക്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എക്സിൻ്റെ വാല്യൂവിന് ലിമിറ്റ് വെക്കും. ഓക്കെ, ഒരു ലിമിറ്റും ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകും. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, കാരണം നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സിൻ്റെ ലിമിറ്റ് വെക്കണം. മിനിമം ഇത്ര തൊട്ട് മാക്സിമം ഇത്ര വരെയെന്ന്. ഓക്കെ, അതായത് ഒരു മിനിമം ഇവിടെ ഒരു മിനിമം വെക്കണം, ഒരു ലിമിറ്റ് വെക്കേണ്ടി വരും. ആ ലിമിറ്റിന് വിളിക്കുന്ന പേര് ഡൊമൈൻ. അപ്പോൾ ആ മിനിമം ലിമിറ്റ് ചെയ്യുന്നൊരു വൈ കിട്ടും, മാക്സിമം ലിമിറ്റ് ചെയ്യുന്നൊരു വൈ കിട്ടും. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് റേഞ്ച്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യമേ പരിചയപ്പെടാം, എങ്ങനെയാണ് ഒരു ചോദ്യം വരുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ഇങ്ങനെ തന്നിരിക്കും. ഇനി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x+1 ആണ്. 3x+1 ആണ്. ഓക്കെ, എക്സിന് സ്വീകരിക്കാവുന്ന വാല്യൂസ് എന്ന് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്. -2 ആകാം, -1 ആകാം, 0 ആകാം, 1 ആകാം. ഓക്കെ, ഇത്രയും വാല്യൂസാണ് എക്സിന് സ്വീകരിക്കാൻ പറ്റുന്നത്. ഓക്കെ, -2, -1, 0, 1. ഓക്കെ, അപ്പോൾ ഈ ഓരോ വാല്യൂവും സ്വീകരിക്കുമ്പോൾ വൈയുടെ വാല്യൂ എങ്ങനെ വരും? സപ്പോസ് എക്സ് -2 ആണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കണം, ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കണം. എക്സ് -2 ആണെങ്കിൽ വൈ -5 ആയിരിക്കും. എക്സ് -1 ആണെങ്കിൽ 3 × -1 + 1 -2 ആയിരിക്കും. എക്സ് 0 ആണെങ്കിൽ 3 × 0 0 1 ആയിരിക്കും. എക്സ് 1 ആണെങ്കിൽ 3 × 1 3 + 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വൈക്ക് കിട്ടാവുന്ന ആൻസർ എന്ന് പറയുന്നത് -5 തൊട്ട് 4 വരെ ആകാം. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? റേഞ്ച്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്രയും കാണും, എക്സിൻ്റെ വാല്യൂവും കാണും, ഫംഗ്ഷൻ ഓഫ് എക്സും കാണും. ഇത്രേ കാണത്തുള്ളൂ, ഇവിടെ വരെ കാണും. നമുക്ക് ഇത്രയും മതിയല്ലോ. ഫംഗ്ഷൻ ഓഫ് എക്സ് എന്താണെന്നുണ്ടല്ലോ, 3x+1 എന്നുണ്ട്. ഇനി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ലിമിറ്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പറയുന്നത് ഈ ഫംഗ്ഷൻ വെച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ എക്സിൽ നിന്ന് വൈ കണ്ടുപിടിക്കണം. കാര്യം ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വേണമല്ലോ. അപ്പോൾ വൈ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇങ്ങനെ കണ്ടുപിടിക്കണം. -5, -2, 1, 4. അപ്പോൾ ഈ ടേബിളിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഗ്രാഫ് വരയ്ക്കുക. എക്സ് ആക്സിസിൽ -2 പ്ലേസ് ചെയ്യുക, വൈ ആക്സിസിൽ ആൻഡ് ഈക്വലൻ്റ് ആയിട്ട് -5 ഒരു ഡോട്ട് ഇടുക. ഓക്കെ, രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഡോട്ട് ഇടുക. എക്സിൽ -1, വൈയിൽ -2 രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഡോട്ട് ഇടുക. എക്സിൽ 0, വൈയിൽ 1 ഒരു ഡോട്ട് ഇടുക. എക്സിൽ 1, വൈയിൽ -4 ഒരു ഡോട്ട് ഇടുക. ലാസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഡോട്ട് ലൈൻ എല്ലാം കൂടെ കണക്ട് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഒരു ചെറിയ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ BCom സെക്കൻഡ്സും, അതായത് കൊമേഴ്സുകാരാണല്ലോ. നമ്മൾ കൊമേഴ്സുകാർക്ക് ഗ്രാഫിനെ പറ്റിയുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് ഐഡിയ കുറവാണ്. നമുക്ക് സയൻസുകാരെ പോലെ അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ പോലെ നമുക്ക് ഗ്രാഫിനകത്തുള്ള ഐഡിയ ഉണ്ടെന്നുള്ളൊരു സംശയമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ഒരു ഗ്രാഫിൻ്റെ ഫോർമാറ്റ് എന്നുള്ളൊരു പ്രശ്നമാണ്. ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കൊമേഴ്സ് സ്റ്റുഡൻസ് ഇതാണ് കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മാത്തമെറ്റിക്സായിട്ടോ അല്ലെങ്കിൽ വലിയ ബന്ധം ഇല്ലാത്തവരാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ +1 +2 മാത്സ് പഠിച്ചവർ കാണും, ഞാൻ അവരെ ഒഴിവാക്കുവാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ഒരു ഗ്രാഫ്? തീർച്ചയായിട്ടും യഥാർത്ഥത്തിലൊരു ഗ്രാഫ് ഒരിക്കലും ഇങ്ങനല്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്രാഫ് എന്താണെന്നും അതിൻ്റെ യഥാർത്ഥ ഫോർമാറ്റും ഒന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വരച്ച് ശീലിച്ചത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എക്സ് എഴുതും, ഇവിടെ ഒറിജിൻ എന്ന് എഴുതും, ഇവിടെ വൈ എന്ന് എഴുതും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി എക്സ് ആക്സിസും വൈ ആക്സിസും എഴുതിയിട്ട് അങ്ങ് വരയോട് വരെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇത്രയും നാളും രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് പോസിറ്റീവ് നമ്പറുകൾ മാത്രമാണ്. ഇവിടെ എക്സ് പോസിറ്റീവാണ്,
വൈ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഈ ഗ്രാഫിൽ ഈ ഒരു പാർട്ട് മാത്രം വരച്ചത്. ഓക്കെ, യഥാർത്ഥത്തിൽ നമ്മൾ മാത്തമെറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പോസിറ്റീവ് നമ്പർ മാത്രമല്ല നെഗറ്റീവ് നമ്പറും ഡീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ എവിടെയാണ് നെഗറ്റീവ് അടയാളപ്പെടുത്തേണ്ടത്? ഓക്കെ, ഇങ്ങനെ വരച്ച് വെച്ചാൽ ഇതിനകത്ത് നെഗറ്റീവ് അടയാളപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഗ്രാഫ് എന്താണെന്ന് കാണിച്ചു തരാൻ പോവുക. ഒറിജിനലി ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, വെർട്ടിക്കലായിട്ട് വരച്ചു. നെക്സ്റ്റ് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക. ഒരു ക്രോസ് ഷേപ്പായി പ്ലസ് സൈൻ പോലെ അല്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് ഇരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഗ്രാഫിൻ്റെ ശൈലി, അതായത് രീതി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ ബ്ലൂ കളറിൽ വരച്ചത് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ് ബ്ലൂ കളറിൽ വരച്ചത്. അപ്പോൾ നമുക്ക് ആ കളർ തന്നെ ഉപയോഗിക്കാം. ഈ ബ്ലൂ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വൈ ആക്സിസ്. ഈ വൈ ആക്സിസ് ആക്ച്വലി ഇതാ ഇവിടെ വന്ന് അവസാനിക്കുന്നില്ല, ഇത് താഴോട്ട് പോകും. ഓക്കെ, ഈ ലൈൻ, ഈ വെർട്ടിക്കൽ ലൈൻ ഫുള്ളായിട്ട് വിളിക്കുന്നതാണ് വൈ ആക്സിസ്. ഫുള്ളായി ഇവിടം വരെ വൈ ആണ്, ഇത്രയും വൈ ആക്സിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ ഇവിടെയാണ് എക്സ് മാർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എക്സ് ഇതാ ഇവിടെ വന്ന് അവസാനിക്കുന്നില്ല, എക്സ് ഇങ്ങോട്ടങ്ങ് പോകും. ഇത് ഫുൾ എക്സ് ആക്സിസ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാ ഈ ഒരു പോർഷൻ ഇത്രയും, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സും പോസിറ്റീവ് വൈയും രേഖപ്പെടുത്താനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഈ ഒരു പോർഷൻ, ഞാനിപ്പോൾ ഈ വരച്ച ടോപ്പ് റൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ പോസിറ്റീവ് എക്സും പോസിറ്റീവ് വൈയും രേഖപ്പെടുത്തേണ്ടത്. അപ്പം മനസ്സിലാക്കുക, ഇത് പോസിറ്റീവ് എക്സ് ആണ്, ഇത് പോസിറ്റീവ് വൈ ആണ്. ഓക്കെ, നമ്പറുകളെല്ലാം ഇവിടെ പോസിറ്റീവും ഇവിടെ പോസിറ്റീവ്, ഇത്രയും ഏരിയ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണ്. ഈ ടോപ്പ് ഏരിയ, ടോപ്പും റൈറ്റും ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് എക്സും, മനസ്സിലായി, പോസിറ്റീവ് എക്സും പോസിറ്റീവ് വൈയും ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് എക്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണിത്. എക്സിന് പോസിറ്റീവായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ എക്സ് ഇവിടെ പോസിറ്റീവാണ്, ഇത്ര പോസിറ്റീവാണ്. പക്ഷെ വൈ എന്ന് പറയുന്നത് താഴോട്ട് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഉപയോഗപ്പെടുത്തുന്നത് പോസിറ്റീവ് എക്സിനും നെഗറ്റീവ് വൈക്കും വേണ്ടിയാണ്. ഈ ഒരു ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഏരിയ ഉപയോഗപ്പെടുത്തുന്നത് എക്സ് പോസിറ്റീവ് നമ്പറും വൈ നെഗറ്റീവ് നമ്പറും വരുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അടുത്തത് ഈ ഏരിയ എന്ന് പറയുന്നത് എക്സും നെഗറ്റീവാണ്. ഇവിടെ എക്സ് നെഗറ്റീവ് എക്സ് ആണ്, വൈയും നെഗറ്റീവ് തന്നെയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും നെഗറ്റീവായിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഏരിയ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്ന് പറയുമ്പോൾ എക്സ് നെഗറ്റീവാണ്. ഇവിടെ എക്സ് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവ് എക്സും പോസിറ്റീവ് വൈയും ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആവശ്യമില്ലാത്തതെല്ലാം അങ്ങ് മായ്ച്ചു കളയാം. എന്നിട്ട് ഞാൻ ഒതുക്കി കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് മാത്രം നോക്കുക. ഓക്കെ, ഇങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്രോസ് ആണ്, ഒരു പ്ലസ് സൈൻ പോലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിത് ഓരോ പോർഷനും, ഇതിൻ്റെ 4 സൈഡുണ്ട്. ഓക്കെ, ഈ 4 സൈഡിൻ്റെയും മീനിങ് എന്താണെന്നാണ് പറയാൻ വരുന്നത്. ഫസ്റ്റ് ഇതാ ഈ പോർഷൻ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ പോസിറ്റീവ് എക്സും പോസിറ്റീവ് വൈയും രേഖപ്പെടുത്താനാണ്. അതായത് എക്സിൻ്റെ നമ്പറും വൈയുടെ നമ്പറും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും ആ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ വൈ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പം പോസിറ്റീവ് എക്സും നെഗറ്റീവ് വൈയുമായിട്ടുള്ള നമ്പർ, അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഈ ഏരിയയിലോട്ട് ആ ഗ്രാഫ് കയറി പോകും. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ഇവിടെ എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. അപ്പം എക്സും വൈയും നെഗറ്റീവായിട്ടുള്ള നമ്പറിൻ്റെ കോമ്പിനേഷൻ ഇതിനകത്താണ് രേഖപ്പെടുത്തുന്നത്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ എക്സ് നെഗറ്റീവാണ്, പക്ഷെ വൈ പോസിറ്റീവ്. അങ്ങനെ വരുമ്പോൾ ആ ഗ്രാഫ് ഇങ്ങോട്ട് കയറും. ഓക്കെ, ഈ 4 ഏരിയ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയാനാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്രാഫിന് നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ ഒരു
പോർഷൻ അല്ല, 4 പോർഷനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വെച്ചിരിക്കുന്ന 1/4 മാത്രമേ ഡീൽ ചെയ്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അത് 4 പോർഷനാണ് ഇതുപോലെ. ഓക്കെ, പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഇവിടെ പോസിറ്റീവ് എക്സ് പോസിറ്റീവ് വൈ, ഇവിടെ പോസിറ്റീവ് എക്സ് നെഗറ്റീവ് വൈ, ഇവിടെ നെഗറ്റീവ് എക്സ് നെഗറ്റീവ് വൈ, ഇവിടെ നെഗറ്റീവ് എക്സ് പോസിറ്റീവ് വൈ. ഇങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഈ 4 പോർഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാത്തമെറ്റിക്സിൽ ഈ 4 പോർഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വരയ്ക്കേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ തന്നെ കടന്നു വരുവാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x+1 ആണ്. ഓക്കെ, ഗുഡ്. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് -2, -1, 0, 1. അപ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് y -5, -2, 1, 4. ഡൊമൈൻ അറിയാം, -2 തൊട്ട് 1 വരെ. റേഞ്ച് അറിയാം, -5 തൊട്ട് 4 വരെ. ഇത് നിങ്ങൾ ഒരു ഗ്രാഫിലോട്ട് രേഖപ്പെടുത്തുക. ഇതാണ് ചോദ്യം. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ക്രോസ് ചെയ്ത് വരയ്ക്കുക. ഒരു ക്രോസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, ഇനി ഇതിനകത്ത് ഓരോ കോമ്പിനേഷനും പരിശോധിക്കണം. ഇതിനകത്ത് ഓരോ കോമ്പിനേഷനും പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യത്തെ കോമ്പിനേഷൻ എക്സ് എത്രയാണ്? എക്സ് -2 വൈ -5. അതൊരു കോമ്പിനേഷൻ. -2 -5. എക്സ് മൈനസ് ആണ്, വൈയും മൈനസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കോമ്പിനേഷൻ എക്സ് -1 വൈ -2. അപ്പോൾ എക്സും വൈയും മൈനസ് ആണ്. ഓക്കെ, അടുത്തത് എക്സ് 0 വൈ 1. അപ്പോൾ എക്സ് ഒറിജിനിൽ തന്നെ നിൽക്കും, 0-ൽ നിൽക്കും. വൈ പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് എക്സ് 1 വൈ 4. രണ്ട് കൂട്ടരും പോസിറ്റീവ് ആണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് ഗ്രാഫിലേക്ക് വരിക. അപ്പോൾ ആദ്യം നമുക്ക് നമ്പേഴ്സ് അടയാളപ്പെടുത്താം. മാക്സിമം -5 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 5 വെച്ച് നിർത്തുന്ന നടക്കും. ഓക്കെ, ആദ്യം നമുക്ക് പോസിറ്റീവ് അടയാളപ്പെടുത്താം. 1, 1, 2, 3, 4, 5. ഞങ്ങൾ അടയാളപ്പെടുത്തി. ഓക്കെ, അവിടെ 1, 2, 3, 4, 5 എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയും 1, 2, 3, 4, 5. ഓക്കെ, നിങ്ങൾ സ്കെയിലും പെൻസിലും എടുത്ത് നന്നായിട്ട് വരച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നെഗറ്റീവ് ആവും. ഇവിടെ -1, -2, -3, -4, -5. ഇവിടെയും നെഗറ്റീവ് വരും. ഇവിടെ -1, -2, -3, -4, -5. അപ്പോൾ മറന്നു പോകരുത്, അടയാളപ്പെടുത്തുമ്പോൾ ടോപ്പ് ലൈനും റൈറ്റ് ലൈനും പോസിറ്റീവ്, ലെഫ്റ്റ് ലൈനും ബോട്ടം ലൈനും നെഗറ്റീവ്. റിപ്പീറ്റ് ചെയ്യുവാണ്. ടോപ്പ് റൈറ്റ് പോസിറ്റീവ്, ലെഫ്റ്റ് ബോട്ടം നെഗറ്റീവ്. ഇത് മൊത്തം പോസിറ്റീവ് അടയാളപ്പെടുത്തുക, ഇത് മൊത്തം നെഗറ്റീവ് അടയാളപ്പെടുത്തുക. ഓട്ടോമാറ്റിക്കലി ബാക്കി 2 പോർഷനും റീഡ് ആയിക്കോളും. ഓക്കെ, ശരി. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് കിടക്കാം. ഗ്രാഫ് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ആദ്യത്തെ കോമ്പിനേഷൻ -2 -5. അപ്പോൾ എക്സ് -2 ആണ്. എക്സ് -2. അപ്പോൾ അതാ ഇവിടെ വരും. ഇതാണ് എക്സ് -2. ഓക്കെ, വൈ -5. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു കോംബോ വരണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വന്ന് മുട്ടും, ഇവിടെ ഇങ്ങനെ മുട്ടും. ആ ഒരു ഡോട്ട് ലൈൻ മാത്രം ഇട്ടാൽ മതി നിങ്ങൾ. ഓക്കെ, അതായത് എക്സ് എന്താ പറയുക -2ഉം വൈ -5ഉം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ഡോട്ട് ചെയ്തു, അവിടെ ഡോട്ട് ഇട്ടു. നെക്സ്റ്റ് എക്സ് -1. -1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, വൈ -2 അതാ ഇവിടെ വരും. അപ്പോൾ അത് തമ്മിൽ മുട്ടുമ്പം ഏതാണ്ട് ഇവിടെ ഒന്ന് മുട്ടും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇടുക. ഓക്കെ, അടുത്തത് എക്സ് 0. അപ്പോൾ അത് 0 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒറിജിനലായിട്ട് നിൽക്കും, അവിടെ നിൽക്കട്ടെ. എക്സ് 0 വൈ 1 ആണ്. ഈ എക്സ് 0യും വൈ 1 എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലെ 1ൽ നോക്കിയാൽ മതി. 0, 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, അതായത് എക്സ് 0 ആണ്, വൈ 1 ആണ്. അപ്പോൾ വൈ ആക്സിസിലെ 1ൽ നിൽക്കും. ഓക്കെ, എക്സ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കും. നോക്കട്ടെ, എക്സ് 1ഉം വൈ 4ഉം ആണ്. 4 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ 4ൽ നിൽക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. ജസ്റ്റ് രണ്ടും കൂടെ കോംബോ വെച്ചിട്ട് ജസ്റ്റ് ഡോട്ട് ലൈൻ ഇടുക. എല്ലാം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ലൈനായിട്ട്, അതായത് സ്കെയിലും പെൻസിലും വെച്ച് വരച്ചാൽ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഈ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് y = 3x+1 എന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇതാണ് ഒറിജിനൽ. ഓക്കെ, ഇത് കണ്ടോ,
കറക്റ്റായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ പോകുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥത്തിൻ്റെ കറക്റ്റ് പിക്ചർ. നിങ്ങൾ സ്കെയിലും പെൻസിലെടുത്ത് അളവൊക്കെ വെച്ച് വരച്ചാൽ ഇങ്ങനെ തന്നെ വരും. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇതെന്താണ്? ഉണ്ടോ? ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x + 1 ദാറ്റ് ഈസ് വൈ. അതിൻ്റെ ഡയഗ്രമാണ് നിങ്ങളിപ്പോൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഗ്രാഫും കൂടെ നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ആണ്, y ഈസ് ഈക്വൽ ടു x². ഇതാണ് ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു x². ഓക്കെ, എക്സിൻ്റെ വാല്യൂ എന്തായാലും തന്നേ പറ്റൂ. എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. എക്സിൻ്റെ വാല്യൂസ് നോക്കാം. -2 എക്സിൻ്റെ വാല്യൂ ആണേ, -2, -1, 0, 1, 2. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, -2 തൊട്ട് 2 വരെ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് -2 തൊട്ട് 2 വരെയാണ്. y കണ്ടുപിടിച്ചേ. -2 സ്ക്വയർ 4, -1 സ്ക്വയർ 1, 0 സ്ക്വയർ 0, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അപ്പോൾ റേഞ്ച് റേഞ്ച് എന്ന് പറയുന്നത് -2 അല്ലേ ഏറ്റവും ചെറുത്. അപ്പോൾ 4 to 4 തന്നെയാണ്. 4 to 4 എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ എടുക്കുക കേട്ടോ. അല്ലാതെ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സിന് സ്വീകരിക്കാവുന്ന മിനിമം വാല്യൂ -2 ആണ്. -2ൻ്റെ ആൻസർ എത്രയാണ്? 4. സ്ക്വയർ എടുക്കുമ്പോൾ അങ്ങനെയല്ലേ വരൂ. സോ ഇവിടെ റേഞ്ച് എന്ന് പറയുമ്പോൾ 4 to 4. ഇവിടെ ഗ്യാപ്പ് വരുന്നില്ല. 4 ആണ് ഇവിടുത്തെ റേഞ്ച് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിനെ എങ്ങനെ ഗ്രാഫ് ആക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ആ ക്രോസ് വരയ്ക്കാം. ക്രോസ് വരച്ചു. ഓക്കെ, ഇവിടെ മാക്സിമം 4 വരെ പോകുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അടയാളപ്പെടുത്താം. 1 2 3 4, 1 2 3 4. ഇവിടെ ഇങ്ങോട്ട് -1 -2 -3 4 എന്ന് അടയാളപ്പെടുത്തി. ഇവിടെയും -1 -2 -3 -4 അതൊക്കെ അടയാളപ്പെടുത്തുക. ഓക്കെ, ഫസ്റ്റ് കോംബോ എന്ന് പറയുമ്പോൾ x -2 ആണ്. x -2 ആണ്. ഓക്കെ, അപ്പോൾ x -2 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരും. x -2. y എന്ന് പറയുന്നത് +4 ആണ്. y +4. അപ്പം 1 2 3 4 ഏതാണ്ട് ഇവിടെയും വരും +4. അപ്പോൾ അതിൻ്റെ കോംബോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ഇങ്ങനെ മുട്ടി നിൽക്കും. ഒരു ഡോട്ടഡ് ലൈൻ ഇട്ടു, ഒരു ഡോട്ട് ഇട്ടു. ഓക്കെ, ഒരു ഡോട്ട് ഇട്ടു. അപ്പോൾ -2, x -2 ആണ്, y പോസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരും. നെക്സ്റ്റ് x -1 ആണ്. -1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇതാണ് -1. അപ്പോൾ y 1 ആണ്. 1 എന്ന് പറയുമ്പോൾ ഇവിടെയും വരും. അപ്പോൾ ഏകദേശം ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് വരും. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇവിടെ ഒരു ഡോട്ട് വരും. നെക്സ്റ്റ് x ഒറിജിൻ y ഒറിജിൻ ഇവിടെ തന്നെ വരും. ഒറിജിനിൽ തന്നെ ഡോട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് 1 1 1 പോസിറ്റീവ് ആണ്. +1 -1 അതാ ഇവിടെ വരും. ഓക്കെ, നെക്സ്റ്റ് 2 4 x 2 ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ വരും. 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 4 ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിനെ ഡോട്ടഡ് ലൈൻ ആക്കിയാൽ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ കയറി പോകും. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ അവസാനിക്കുന്നുണ്ടോ? ഓക്കെ, -2 to 2. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ശരിയാണെങ്കിൽ ഇങ്ങനെ യു ഷേപ്പിൽ തന്നെ വരും. അപ്പോൾ ഈ വരച്ചിരിക്കുന്നതിന് y = x² എന്ന ഷേപ്പാണ്. അപ്പോൾ ഈ ഗ്രാഫാണ് y = x². ഓക്കെ, ഇതിൻ്റെ ഒരു ഒറിജിനൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചാൽ ആ ഒരു ഷേപ്പ് ഉണ്ട്. യു പോലെ ഇങ്ങനെ കറക്റ്റ് യു ഷേപ്പ് അല്ലേ? കറക്റ്റ് ആ യു ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ പരീക്ഷയ്ക്ക് ഗ്രാഫ് ഒന്നും വരയ്ക്കാൻ കഴിയണം ചോദിച്ചൊന്നും കണ്ടില്ല. സപ്പോസ് ഇതിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ലൈക്ക് ഇപ്പോൾ ഡൊമൈനോ റേഞ്ചോ അങ്ങനെ എന്തെങ്കിലും, എനിക്കറിയില്ല എങ്ങനെ ചോദ്യം വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇത് ഗ്രാഫ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ആ മൈനസും കൂടെ ഒന്ന് പഠിക്കുക പുതിയതായിട്ട്. അതായത് ഇതുവരെ അങ്ങനെ മൈനസ് ഡീൽ ചെയ്ത് പഠിച്ചിട്ടില്ലാത്തവർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രാഫിൻ്റെ ഇപ്പോൾ ഈ ഗ്രാഫ് തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയയൊക്കെ ഇല്ലേ, ഗ്രാഫിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ അങ്ങനെ ഡീൽ ചെയ്തിട്ടൊന്നും ഇല്ല. ഈ 2 ഏരിയ ഒന്നും മാക്സിമം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കൂടെ മറ്റേ ഡീവിയേഷൻ ബാർ ഡയഗ്രം ഒക്കെ വരച്ചപ്പം ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പോയി കാണും. അതല്ലാതെ ഇവിടെയൊന്നും അങ്ങനെ ഡീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ഗ്രാഫും കൂടെ നിങ്ങൾ പഠിക്കണം. ഈ ടൈപ്പ് ഗ്രാഫ് എന്നല്ല, ഇതാണ് യഥാർത്ഥത്തിൽ ഗ്രാഫ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ജസ്റ്റ് 1/4 പോർഷൻ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷനിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് 2 ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ.